ഇനി മെക്സിക്കോയ്ക്ക് ഒരു ജോബിനായിട്ട് നമുക്ക് പോകാൻ പറ്റും. അതിനെ പറ്റിയിട്ട് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചു തരാമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോണത്. ആ ഒരു വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആദ്യം അത് കണ്ട ശേഷം അതിനെ പറ്റിയിട്ട് അത് ഏത് വിസയാണ് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയ ശേഷം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഒരുപാട് ലാഗ് അടിപ്പിക്കണില്ല, നമുക്ക് എന്താണെന്ന് നോക്കാം. ഹായ് എവരിവൺ, ഇറ്റ്സ് മീ ഷ്യാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ബ്രൗസർ, ക്രോം ബ്രൗസർ ഏതാണെന്നുണ്ടെങ്കിൽ അതിൽ കയറുക. ഓക്കെ, ഞാൻ എന്തായാലും എൻ്റെ ബ്രൗസർ ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ജോബ്സ് ഇൻ മെക്സിക്കോ ഒന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഗ്ലാസ് ഡോറിൻ്റെ ലിങ്ക് കാണാൻ പറ്റും. അതായത് 565 ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സ് ഇൻ മെക്സിക്കോ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മെക്സിക്കൻ ലാംഗ്വേജ് അറിയണമെന്നൊന്നും ഇവർ നിർബന്ധം പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ യാതൊരു ലാംഗ്വേജ് ടെസ്റ്റ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഗ്ലാസ് ഡോറിൻ്റെ ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. നമ്മളിതിൽ ജസ്റ്റ് ഒന്ന് സൈൻ ഇൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിതിൽ ഒരുപാട് വേക്കൻസികൾ അവൈലബിൾ ആണ്. ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റിംഗ് അസിസ്റ്റൻറ്റ് പറഞ്ഞൊരു പോസ്റ്റ് ഇതിൽ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് ഭാഗത്ത് നമുക്ക് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാം നോക്കി നോക്കാം. നമുക്ക് ഈ മാർക്കറ്റിംഗ് അസിസ്റ്റൻറ്റ് താഴത്തേക്ക് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കാം. ഇതിൽ എത്ര സാലറി എന്നും എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് ഭാഗത്ത് ജസ്റ്റ് താഴത്തേക്ക് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ വേറെയും ഒരുപാട് ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഏതെങ്കിലും ഒന്ന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം. നമുക്കിവിടെ മേലെ ലെഫ്റ്റ് സൈഡ് ഈസി അപ്ലൈ ഓൺലി പറഞ്ഞിട്ടൊന്ന് കാണാൻ പറ്റും. ജസ്റ്റ് ആ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിലും ഒരുപാട് വേക്കൻസികൾ താഴത്തേക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. സോഷ്യൽ മീഡിയ മാനേജർ, കണ്ടൻറ്റ് ക്രിയേറ്റർ, CEO, ഇംഗ്ലീഷ് ട്യൂട്ടർ, കമ്മ്യൂണിറ്റി മാനേജർ, ഒരുപാട് പോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഡെലിവറി മാനേജറിൻ്റെ ഒന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഈ ഒരു ഡെലിവറി മാനേജറിൻ്റെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് എന്താ നോക്കി നോക്കാം. ഓക്കെ, ലെഫ്റ്റ് സൈഡ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമ്മൾ സൈൻ ഇൻ ചെയ്യണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. ജസ്റ്റ് ഒന്ന് സൈൻ ഇൻ ചെയ്യുക. ഓക്കെ, ഇതിൽ ഈസി അപ്ലൈ എന്ന് കാണാൻ പറ്റും. വേറെയും താഴത്തേക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, അതായത് റിക്വയർമെൻറ്റ്സും അവർ പറയേണ്ട ക്വാളിഫിക്കേഷൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടോയെന്ന് ആദ്യം ചെക്ക് ചെയ്യുക. നിങ്ങൾ ആ ജോബിന് ആപ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക. എന്തായാലും നമുക്ക് ഈ ഒരു ഈസി അപ്ലൈ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്തായാലും ലോഡായിട്ട് വരുന്നുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, വന്നിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഫോൺ നമ്പർ, ഇമെയിൽ ID, നമ്മളുടെ പ്ലേസ്, സ്റ്റേറ്റ് ഒക്കെ കൊടുക്കണം. ഇതിൽ എല്ലാം ഫില്ലപ്പ് ചെയ്യണം. ഞാനൊരു എക്സാമ്പിളായിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഒന്ന് ഫില്ലപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഫസ്റ്റ് നെയിം നോക്കി നോക്കാം. നെയിം ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം ജസ്റ്റ് ഒന്ന് കൊടുക്കുക. പിന്നെ ഫോൺ നമ്പർ, അതിന് മുമ്പ് നിങ്ങൾ ഇപ്പുറത്ത് കൺട്രി കോഡ് മാറ്റി കൊടുക്കണം കേട്ടോ. ഇന്ത്യേൻ്റെ കൊടുക്കണം. എന്നിട്ട് വേണം നമ്പർ ടൈപ്പ് ചെയ്യുക. നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം പിന്നെ അതുപോലെ തന്നെ താഴെ ഇമെയിൽ ID ഉണ്ട്. ഇമെയിലും കറക്റ്റായിട്ട് കൊടുക്കുക. ഓക്കെ, ഞാനിതിൽ കൊടുത്തത് എൻ്റെ ഒഫീഷ്യൽ നമ്പറൊന്നും അല്ല കേട്ടോ. അത് ആരുടെയെന്ന് അറിയില്ല. നിങ്ങൾ ജസ്റ്റ് ഇനി ആവശ്യമില്ലാതെ അയക്കൊന്നും വിളിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻസിൽ ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ സിറ്റി നമുക്ക് മാറ്റി കൊടുക്കാം. മലപ്പുറം എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്നില്ല. താഴെ ചേഞ്ച് കൺട്രി ഉണ്ട് കേട്ടോ. അവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ് മാറ്റിയിട്ട് ജസ്റ്റ് ഇന്ത്യ എന്നുള്ളതൊന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്ക് സ്റ്റേറ്റിൻ്റെ അവിടെ സിറ്റി എന്നുള്ളത് മലപ്പുറം ജസ്റ്റ് ഒന്ന് കൊടുത്ത് നോക്കാം. എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ എന്ന് കൊടുക്കാം. ഓക്കെ, നമ്മളുടെ റെസ്യൂമെ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അപ്ലോഡ് എ റെസ്യൂമെ അല്ലെങ്കിൽ അപ്ലൈ വിത്തൗട്ട് എ റെസ്യൂമെ, അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. 2 നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. എന്തായാലും എല്ലായിടത്തും റെസ്യൂമെ ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് അപ്ലോഡ് റെസ്യൂമെ എന്നുള്ളതിൽ തന്നെ കൊടുത്തു നോക്കാം. അതാകുമ്പോൾ നമുക്ക് ഒരുപാട് ലാഗ് ആവില്ല, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവില്ല. ഓക്കെ, റെസ്യൂമെ അപ്പോൾ അപ്ലോഡായി കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്ലോഡായിട്ടുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് താഴെ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് ഒന്ന് കൊടുക്കുക. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അതൊക്കെ ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്ത് വിടുക. അതുപോലെ തന്നെ ജോബ് ടൈറ്റിൽ, കമ്പനി, അതായത് നിങ്ങളുടെ പാസ്റ്റ് ജോബിനെ കുറിച്ചിട്ടും എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടും ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒക്കെ ഒന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുത്ത് വിടുക.
ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതായത് നമ്മൾ കൊടുത്ത ഓപ്ഷൻസ് ആണ്, ഇതുവരെ കൊടുത്ത അപ്ലിക്കേഷൻസ് ആണ്. എന്നിട്ട് സബ്മിറ്റ് യുവർ അപ്ലിക്കേഷൻ എന്നുള്ളത് കൊടുക്കുക. അതിന് മുമ്പ് മേലെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതായത് നമ്പർ ഓഫ് കവർ ലെറ്റർ ഓർ അഡീഷണൽ ഡോക്യുമെൻറ്റ്. അത് ജസ്റ്റ് ഓപ്ഷണലാണ്. നിങ്ങളുടെ അടുത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് ചെയ്യുക. ഓക്കെ, അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് സബ്മിറ്റ് യുവർ അപ്ലിക്കേഷൻ കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ അപ്ലിക്കേഷൻ ഫോമാണ് കേട്ടോ. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്ലിക്കേഷൻ ഫോമിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലും നമ്മളുടെ ഫോട്ടോ ഒട്ടിക്കണം. അതുപോലെ തന്നെ വേറെയും ഒരുപാട് ഡീറ്റെയിൽസൊക്കെ ഇതിൽ പേര് എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്യാണ്ട് അതൊക്കെ കൊടുക്കുക. എല്ലാം അതിൽ കറക്റ്റായിട്ട് കൊടുക്കുക. അങ്ങനെയാണ് അപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മെക്സിക്കോയ്ക്ക് ഒരു ജോബിനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഈ ഒരു വീഡിയോ കാണുന്ന മുമ്പ് ആദ്യം ഫസ്റ്റത്തെ വീഡിയോ കാണുക. എന്നിട്ട് ഇത് ഏത് വിസയാണ്, ഏതാണ് വർക്ക് പെർമിറ്റ്, എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്, റിക്വയർമെൻറ്റ്സ് എല്ലാം മനസ്സിലാക്കിയ ശേഷം മാത്രം ഈ ഒരു വീഡിയോ കണ്ട ശേഷം അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ മെക്സിക്കോയ്ക്ക് ഒരു ജോബിനായിട്ട് എത്തിപ്പെടണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. അതൊരു നല്ലൊരു അവസരം തന്നെയാണ്. സോ ആരും മിസ്സാക്കരുത്. അതുപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഇത്തരം ജോബ് ഓഫേഴ്സ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടിയും ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഫൈനലി, ഇറ്റ്സ് മീ ശ്യാം. ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.